السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹത്തായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, മാ മിൻ ഖൽബിൻ ഇല്ലാ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ ഇൻ ശാഅ അഖാമഹു വഇൻ ശാഅ അസാഗഹു. ഏതൊരു ഹൃദയമുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മാനായ റബ്ബിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ആ ഹൃദയം ഉണ്ടായിരിക്കുക. അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിനെ റബ്ബ് നേരെ നിർത്തും, നേരെയാക്കും. അതുപോലെ അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ തെറ്റിച്ചു കളയുകയും ചെയ്യും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവന് യോജിച്ച വിശേഷണമാണ് റബ്ബിൻ്റെ വിരലുകൾ എന്നത്. അതൊരിക്കലും സൃഷ്ടികളുടേതുപോലെയല്ല. അല്ലാഹുവിൻ്റെ ഏത് വിശേഷണമുണ്ടോ അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തിന് യോജിച്ചതാണ്. അല്ലാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരെയാണ് അല്ലാഹു നേർമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുക. അല്ലാഹു ഉദ്ദേശിച്ചാൽ വഴിതെറ്റിച്ചു കളയുകയും ചെയ്യും, നേർമാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുകയും ചെയ്യും. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മഹാനായ സഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂല യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഇപ്രകാരം ഈ പ്രാർത്ഥന പറയാറുണ്ടായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ആമന്നാ ബിക വബിമാ ജിഅത ബിഹി ഫഹൽ തഖാഫു അലൈനാ. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു, അങ്ങ് കൊണ്ടുവന്ന ദീനിൽ, അങ്ങ് കൊണ്ടുവന്ന ആദർശത്തിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു, നമ്മൾ ഈമാനുള്ളവരാണ്. ഫഹൽ തഖാഫു അലൈനാ, ഇനിയും നമ്മുടെ കാര്യത്തിൽ അങ്ങ് ഭയപ്പെടുകയാണോ? അഥവാ ഇനിയും നമ്മൾ വഴിതെറ്റിപ്പോകും, യഥാർത്ഥ പാതയിൽ നിന്ന് തെറ്റി വഴികേടിലായി പോകും എന്നത് അങ്ങ് ഭയപ്പെടുകയാണോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബുഐനി മിൻ അസാബിഇല്ലാഹ് യുഖല്ലിബുഹാ കൈഫ യശാ. തീർച്ചയായും ഹൃദയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ട് വിരലുകൾക്കിടയിലാണ്. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കും. സഹോദരങ്ങളെ, ഈ രണ്ട് ഹദീസുകളിൽ നിന്നും
മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച ആളുകളെയാണ് നേരെ നിർത്തുക, ഇസ്തിഖാമത്തിലാക്കുക. അല്ലാത്തവർ, ഹിദായത്ത് യോജിക്കാത്തവരെ അല്ലാഹു വഴിതെറ്റിച്ചു കളയുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന വളരെ വലിയ നിഅമത്താണ് ശരിയായ ദീനിൽ, യഥാർത്ഥ ആദർശത്തിൽ ഒരാൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നത്. അൽ ഖൽബ്, ഹൃദയമെന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട്, അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഖൽബ് എന്ന് പറഞ്ഞാൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഖൽബ് എന്ന് പറഞ്ഞാൽ അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും, ഒരേ അവസ്ഥയിലായിരിക്കുകയില്ല. നമുക്കറിയാം, നമ്മളിപ്പോൾ ചിന്തിക്കുന്നതായിരിക്കില്ല കുറച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് മാറ്റമുണ്ടാകും. അതുകൊണ്ടാണ് ഹൃദയത്തിന് ഖൽബ് എന്ന പേര് വന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം. സഹോദരങ്ങളെ, എന്താണ് ഈ ഹദീസിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം? ശരിയായ ദീനിൽ, യഥാർത്ഥ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, അല്ലാഹു ചോദിച്ചതുപോലെ സത്യപാതയ്ക്ക് ശേഷം, ശരിയായ ദീനിന് ശേഷം, യഥാർത്ഥ ആദർശത്തിന് ശേഷം പിന്നെ ഉള്ളത് ളലാലത്തല്ലാതെ, വഴികേടല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് യഥാർത്ഥ പാതയിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. ഹൃദയങ്ങൾക്ക് രോഗം ബാധിക്കും. നമുക്കറിയാം, ശരീരങ്ങൾക്ക് രോഗം ബാധിക്കാറുണ്ട്. ശരീരത്തിന് രോഗം ബാധിക്കും. ശരീരത്തിന് രോഗം ബാധിച്ചാൽ, ഏറിയാൽ, കൂടിപ്പോയാൽ ഒരാൾ ഇഹലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും, മരിച്ചു പോകും. എന്നാൽ ശരീരത്തിന് രോഗമുണ്ടാകുന്നത് പോലെ തന്നെ ഹൃദയങ്ങൾക്കും രോഗമുണ്ടാകും. ഹൃദയത്തിന്റെ രോഗമെന്നത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. രണ്ട് രൂപത്തിലുള്ള രോഗങ്ങളാണ് ഹൃദയങ്ങൾക്ക് സംഭവിക്കുക. ഒന്ന് ശുബ്ഹത്തിന്റെ രോഗമാണ്, രണ്ടാമത്തത് ശഹ്വത്തിന്റെ രോഗം. ശുബ്ഹത്തിന്റെ രോഗമെന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. പലതും കേട്ട്, പലതും കണ്ട്, എല്ലാറ്റിനും കാതുവെച്ചു കൊടുത്ത്, എല്ലാറ്റിലേക്കും നോട്ടം ഉറപ്പിച്ച്, അങ്ങനെ ഹൃദയങ്ങൾക്ക് ചില രോഗങ്ങൾ ഉണ്ടാകും, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. ശുബ്ഹത്തിന്റെ രോഗം എന്നാണ് അതിന് പറയുക. ആ രോഗം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ അപകടത്തിലാണ് ഒരു മനുഷ്യൻ എത്തിപ്പെടുക. കാരണം പിന്നെ ഈ ദീനിന്റെ പല വിഷയങ്ങളിലും സംശയങ്ങളാണ് ഉണ്ടാവുക. കുഫറിലേക്ക് എത്തിപ്പെടാൻ, നിഷേധത്തിലേക്ക് എത്തിപ്പെടാൻ, വഴികേടിലേക്ക് എത്തിപ്പെടാൻ ആ ഒരു രോഗം മതിയായതാണ്. ആ രോഗമുണ്ടാവുക ശരിയായ ഇൽമ്, വിജ്ഞാനം നേടാത്തതിന്റെ കാരണത്താലാണ്. അതുകൊണ്ടാണ് എല്ലാറ്റിനും പോയി കാതുവെച്ചു കൊടുക്കുക, എല്ലാം കേൾക്കുക എന്നത് ശരിയല്ല. അപ്പൊ പല ആളുകളും ചോദിക്കും, എല്ലാം കേൾക്കുക എന്നിട്ട് നല്ലത് പിൻപറ്റുക എന്നല്ലേ അള്ളാഹു പറഞ്ഞത്? എല്ലാം കേൾക്കാനും നല്ലത് പിൻപറ്റാനും ആർക്കാണത്? സത്യം മനസ്സിലാവുന്നതിന് മുന്നെയാണ്. സ്വഹാബത്തിൽ ചില ആളുകൾ യഹൂദികളുടെ അടുത്തേക്ക് പോയി അവരോട് ചോദിച്ചു, നസാറാക്കളുടെ അടുക്കലേക്ക് പോയി അവരോടും ചോദിച്ചു. അങ്ങനെ അവസാനം മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. അവിടുന്ന് കാര്യം വിശദീകരിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായി ഇതാണ് ഹക്ക്. പിന്നീട് അതിലേക്ക് വീണ്ടും പോയി അതും കേട്ട് ഇതും കേട്ട് അങ്ങനെ ഒരു അവസ്ഥ സ്വഹാബത്തിനുണ്ടായിട്ടില്ല. സത്യം മനസ്സിലാവുന്നതിന് മുന്നേ ചിലപ്പോൾ അതും ഇതും കേൾക്കേണ്ടി വരും, പലതും കേൾക്കേണ്ടി വരും. ഹക്ക് മനസ്സിലായാൽ, സത്യം, യഥാർത്ഥ ദീൻ, സത്യപാത, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മാർഗം മനസ്സിലായാൽ പിന്നെ അതിനെ വിജ്ഞാനം കൊണ്ട് വളർത്തിയെടുക്കുക, മരണം വരെ ഉറച്ചു നിൽക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുക എന്നതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്. ഒന്നാമത്തെ രോഗമെന്നത് ആശയക്കുഴപ്പങ്ങളുടെ രോഗമാണ്. അതിനെ ചികിത്സിക്കേണ്ടത് വിജ്ഞാനം കൊണ്ടാണ്. രണ്ടാമത്തെ രോഗമെന്ന് പറഞ്ഞാൽ ശഹ്വത്തിന്റെ രോഗമാണ്. ശഹ്വത്ത് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സുകളിൽ ഉണ്ടാകുന്ന തന്നിഷ്ടം അഥവാ തിന്മകളോട്, പാപങ്ങളോടുള്ള, ഹറാമുകളോടുള്ള മനസ്സിന്റെ ആഗ്രഹം, അതിലേക്ക് മനസ്സ് ചാഞ്ഞു പോവുക, അത് രോഗമാണ്. ഹറാമ് കാണാനും, ഹറാമ് കേൾക്കാനും, ഹറാമ് ഭക്ഷിക്കാനും, ഹറാമ് ഉടുക്കാനും, ഇങ്ങനെ ഹറാമിന്റെ മാർഗത്തിലേക്ക് മനസ്സിങ്ങനെ
ചാഞ്ഞുകൊണ്ടേയിരിക്കും. അതിനാണ് ശഹ്വത്തിന്റെ രോഗമെന്ന് പറയുക. ആ രോഗത്തെ ചികിത്സിക്കേണ്ടത് പഠിച്ച വിജ്ഞാനം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്. നമ്മൾ ആദ്യം പറഞ്ഞ രോഗം ഇല്ലാതാക്കാൻ പഠിക്കണം, എന്നിട്ട് ആ പഠിച്ചത് ജീവിതത്തിൽ പകർത്തണം. പഠിച്ചങ്ങനെ അവിടെ വെക്കാനല്ല. ഒരു ആയത്ത് പഠിച്ചാൽ, ഒരു ഹദീസ് പഠിച്ചാൽ, ഒരു സൽക്കർമ്മം പഠിച്ചാൽ അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കതിൽ വർധനവ് നൽകും. നമ്മൾ അറിയാത്ത രൂപത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയും. അപ്പോഴാണ് ആ രോഗം നമ്മിൽ നിന്നും ഇല്ലാതാവുക. ഈ രണ്ട് രോഗങ്ങളും ഉള്ള രണ്ട് വിഭാഗം ആളുകളുണ്ട്, യഹൂദ നസാറാക്കൾ. നമുക്ക് പല വിഷയത്തിലും അല്ലാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പാഠമായി പറഞ്ഞു തന്നിട്ടുള്ള രണ്ട് വിഭാഗമാണ് വേദക്കാർ, യഹൂദ നസാറാക്കൾ. അവരുടെ മാർഗത്തിലാക്കല്ലേ എന്നാണ് നമ്മൾ ഓരോ ദിവസവും 17 തവണ നിർബന്ധമായി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. എപ്പോഴാണത്? 5 നേരത്തെ നിസ്കാരങ്ങളിൽ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, നേരായ പാതയിൽ നീ ഞങ്ങളെ വഴിചേർക്കണേ. നേരായ പാതയിൽ. ഏതാണ് ആ നേരായ പാത? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. റബ്ബേ, നീ അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുടെ പാതയാണത്. ആരാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ ആളുകൾ? സൂറത്തുൻ നിസായിൽ അല്ലാഹു അറിയിച്ചിട്ടുണ്ട്, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുവോ അവർ അക്കൂട്ടർ നബിമാരുടെ കൂടെ, സിദ്ദീഖുമാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെയായിരിക്കും. അവർ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകളാണ്. അവരെത്ര നല്ല കൂട്ടുകാർ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അവരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകൾ, നബിമാരും സിദ്ദീഖുമാരും ശുഹദാക്കളും സാലിഹീങ്ങളും. അവരുടെ മാർഗമെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അറിയിച്ചതുപോലെ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു അവന്റെ റസൂലിനെ ഹുദ കൊണ്ടും ദീനുൽ ഹഖ് കൊണ്ടും അയച്ചവൻ. അൽ ഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗം അഥവാ അൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ വിജ്ഞാനം. വദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ സത്യമതം എന്ന് പറഞ്ഞാൽ അൽ അമലു സാലിഹ്, സൽക്കർമ്മങ്ങൾ. ഇത് രണ്ടുമായിട്ടാണ് അള്ളാഹു അവന്റെ റസൂലിനെ പറഞ്ഞയച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രണ്ട് കാര്യങ്ങളും അതുപോലെ ജീവിതത്തിൽ നടപ്പിലാക്കിയവരാണ് നബിമാരും സിദ്ദീഖുമാരും ശുഹദാക്കളും സാലിഹീങ്ങളും. ഇതിന് വിപരീതമായ രണ്ട് വിഭാഗങ്ങളെ തൊട്ടുടനെ പറഞ്ഞു, ഗൈറിൽ മഗ്ദൂബി അലൈഹിം. അള്ളാഹുവെ, നിന്റെ കോപത്തിന് ഇരയായ ആളുകളുടെ മാർഗത്തിലല്ല. അള്ളാഹുവെ, നിന്റെ കോപത്തിന് ഇരയായ ആളുകളുടെ മാർഗത്തിലല്ല. ആരാണവർ? ഹുമുൽ യഹൂദ്. യഹൂദികളാണ് അതിൽ ഒന്നാമതായി വരിക. അതുപോലെ അവരുടെ പ്രവർത്തനങ്ങൾ ആരിലൊക്കെ ഉണ്ടോ അവരും. എന്താണ് യഹൂദികൾക്കുണ്ടായ പ്രശ്നം? അവർക്ക് ഇൽമുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, വിജ്ഞാനമുണ്ടവർക്ക്. പക്ഷേ അവർ അത് പ്രവർത്തിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. തങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകനെ അവർക്ക് അറിയാമായിരുന്നു, ഇത് റസൂലാണെന്ന്. ഈ പ്രവാചകൻ കൊണ്ടുവന്നത് സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ അവർ അത് മൂടിവെച്ചു, അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. വലദ്ദാല്ലീൻ, വഴികേടിന്റെ വഴിപിഴച്ചുപോയ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ, നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ. ആരാണവർ? ഹുമുൻ നസാറ, നസാറാക്കളാണ്. എന്തുകൊണ്ടാണ് അവർ വഴിപിഴച്ചത്? അവർ പഠിക്കുകയില്ല, ഇൽമ് നേടാൻ അവർക്ക് സമയമില്ല, അതല്ലെങ്കിൽ ഇൽമ് നേടുകയില്ല. പക്ഷെ അവർ ധാരാളം പ്രവർത്തിക്കും.
അവർ ഒരുപാട് ചെയ്യും, പലതും ചെയ്യും. എത്രത്തോളം? അള്ളാഹു അറിയിച്ചതുപോലെ വറഹ്ബാനിയതൻ ഇബ്തദഊഹ മാ കതബ്നാ അലൈഹിം, അവർ ബ്രഹ്മചര്യം ഈ ദീനിൽ കടത്തിക്കൂട്ടി. ബിദ്അത്ത് എന്നാണ് അള്ളാഹു അവിടെ പ്രയോഗിച്ചത്. വറഹ്ബാനിയ, ബ്രഹ്മചര്യം, വിവാഹം ചെയ്യാതിരിക്കുക എന്നത് ഇബ്തദഊഹ, ഈ ദീനിൽ അവർ പുതുതായി കടത്തിക്കൂട്ടി. മാ കതബ്നാ അലൈഹിം, നാം അവർക്ക് അത് നിർബന്ധമാക്കിയിട്ടില്ല, അവർക്ക് പഠിപ്പിച്ചിട്ടില്ല. ഇല്ല ഇബ്തിഗാ റിദ്വാനില്ല, അവരുദ്ദേശിച്ചത് എന്താണ്? റബ്ബിന്റെ തൃപ്തി കിട്ടണമെന്നാണ്. എന്നാൽ ഫമാ റഅൗഹ ഹഖ്ഖ റിആയതിഹ, അതവർക്ക് മര്യാദയ്ക്ക് കൊണ്ടുനടക്കാനും പറ്റിയിട്ടില്ല. അത് മറ്റൊരു വിഷയം. ഇങ്ങനെ നോക്കൂ നിങ്ങൾ, ഇൽമുണ്ട് പ്രവർത്തിച്ചില്ല, ഇൽമില്ല ധാരാളം പ്രവർത്തിക്കും. ഈ പറഞ്ഞ രോഗങ്ങൾ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. ഈ രണ്ട് രോഗങ്ങളും സഹോദരങ്ങളെ ഹൃദയങ്ങൾക്ക് ബാധിക്കുന്ന രോഗങ്ങളാണ്. ഈ രണ്ട് രോഗങ്ങളിൽ നിന്നും മുക്തമായാൽ മാത്രമേ ഒരാൾക്ക് അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. 17 തവണ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സൂറത്തുൽ ഫാത്തിഹ പ്രാർത്ഥനയാണ്. 17 തവണ ഒരു മനുഷ്യൻ ഇത് പ്രാർത്ഥിക്കൽ നിർബന്ധമാണ്. ഓരോ മുസ്ലിമും 17 തവണ ഇത് പ്രാർത്ഥിക്കുന്നു. എന്തിനാണിത്? ചില പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടു, മുസ്ലിമായ സന്മാർഗം കിട്ടിയ ആളുകളാണ് 5 നേരത്തെ നിസ്കാരത്തിന് വന്ന് നിൽക്കുന്നത്, അല്ലേ? മുസ്ലിമീങ്ങളാണ്, സന്മാർഗത്തിലാണ്, യഥാർത്ഥ ദീനിലാണ്, ഇസ്ലാം ഉള്ളവരാണ്. അവർ വന്നുകൊണ്ട് നിസ്കരിക്കുന്നു, എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, റബ്ബേ നീ ശരിയായ മാർഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. എന്തിനു വേണ്ടിയിട്ടാണ്? പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, കിട്ടിയ ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. കിട്ടിയ ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാഹുവിനോട് ആവർത്തിച്ച് റബ്ബേ മരണം വരെ നീ അതിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് രാവിലെ മുതൽ രാത്രി വരെ അതിനിടയിലുള്ള 5 നേരത്തെ നിസ്കാരങ്ങളിൽ പറയൽ നിർബന്ധമാണ്. 17 റക്അത്തുകളാണ് 5 നേരത്തെ നിസ്കാരങ്ങൾ ഉള്ളത്. 5 നേരത്തെ നിസ്കാരങ്ങൾ 17 റക്അത്തുകളാണ്. 17 റക്അത്തുകളിലും സൂറത്തുൽ ഫാത്തിഹ ഉണ്ട്. ഇമാമും മഅ്മൂമും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം എല്ലാ റക്അത്തിലും. ഓരോ ഫാത്തിഹയിലും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, എത്ര പ്രാധാന്യമുണ്ട് ദീനിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നതിന്. ഇന്ന് നമുക്ക് ഏറ്റവും നിസാരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിന്റെ കാര്യമാണ്. ദീനിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു 2ാം കിടയാണ്. എന്തായാലും നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണല്ലോ, പിന്നിനൊന്നും പേടിക്കാനില്ല, ഇങ്ങനെ അങ്ങ് പോവുക. അല്ല സഹോദരങ്ങളെ, നമ്മൾ പേടിക്കണം. നമ്മൾ ആദ്യം കേട്ട ഹദീസിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത് ചോദിച്ച വാക്കാണ് നമ്മൾ കേട്ടത്. ഇനിയും നമ്മളിൽ അങ്ങ് പേടിക്കുന്നുവോ? അവിടുന്ന് എന്താണ് പറഞ്ഞത്? അതെ, പേടിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം എന്നതാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സുസ്ഥിരമായ വാക്കുകൾ കൊണ്ട്, അഥവാ ശരിയായ ഈ ആദർശത്തിന്റെ അടിത്തറ കൊണ്ട് നമ്മെ ദുനിയാവിലും ആഖിറത്തിലും ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ ഈ പറഞ്ഞ ഇൽമും അമലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹു അദ്ദാലിമീൻ വയഫഅലുല്ലാഹു മാ യശാ. അല്ലാഹു പറഞ്ഞു, ഈമാനുള്ള യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ ഇഹലോകത്തും പരലോകത്തും നാം സുസ്ഥിരമായ വാക്കുകൊണ്ട് ഉറപ്പിച്ചു നിർത്തും. എന്താണ് സുസ്ഥിരമായ വാക്കെന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ മുഫസ്സിറുകൾ വിശദീകരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന്റെ ദീനിന്റെ അടിത്തറ. അഥവാ ഒരാൾ അവസാനം അത് ഉച്ചരിച്ചു മരിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിക്കും.
ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ, ഇഹലോകത്ത്. എപ്പോഴാണത്? മരണസമയത്താണ്. അവസാന സമയത്ത് അത് പറയാൻ സാധിക്കുക എന്നത് വലിയ കാര്യമാണ്. അത് പറയാൻ സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ സത്യപാതയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. യഥാർത്ഥ പാതയിൽ ജീവിതകാലത്ത് ഉണ്ടായാൽ മാത്രമേ മരണസമയത്ത് അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മെ ഉറപ്പിച്ച് നിർത്തുകയുള്ളൂ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ അവസാനം മോശമായി പോയ, അന്ത്യം മോശമായി പോയ ചില ആളുകളുടെ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ചില ആളുകൾ പാട്ടുകാരായിരുന്നു. ജീവിതകാലത്ത് സംഗീതമായി, പാട്ടുമായി നടന്ന ആളുകളായിരുന്നു. മരിക്കാൻ കിടക്കുമ്പോൾ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൂടെ ഉണ്ടായിരുന്ന, ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു നോക്കിയപ്പോൾ അവർ പാട്ടുപാടുകയാണ്. എന്നിട്ട് അതിലായിക്കൊണ്ട് മരിച്ചു എന്നാണ്. വേറെ ചില ആളുകൾ കച്ചവടത്തിൽ മതിമറന്ന് മുങ്ങിക്കുളിച്ച് ജീവിച്ചവരായിരുന്നു. അവരോട് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവർ എണ്ണുകയാണ്, 10 20 എന്ന കണക്ക് കൂട്ടലിലാണ്. അതുപോലെ വേറെ ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവരോട് പറയാൻ പറയുമ്പോൾ ലാ അസ്തതീഅ് എന്നവർ പറയുന്നു, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നില്ല. ലാ അസ്തതീഅ് എന്ന് പറയാൻ, ലാ അസ്തതീഅ് എന്ന വാക്ക് പറയണമെങ്കിൽ ഒരൽപ്പം പണിയുണ്ട്. പല അക്ഷരങ്ങളും അതിനിടയിൽ ഉച്ചരിക്കാനുണ്ട്. അതിനേക്കാൾ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ സാധിക്കുന്ന വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വായ തുറക്കാതെ നമുക്കത് പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറയാൻ സാധിക്കുന്നില്ല. കാരണം ജീവിതകാലത്ത് അങ്ങനെ ഇങ്ങനെയും ജീവിച്ചവരാണ്. വേറെയും പല ആളുകളുടെ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. തെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച അവസാനം അത് സംഭവിക്കാതെ, അതിന് സാധിക്കാതെ മനോനില തെറ്റിയ ചില ആളുകൾ, അങ്ങനെ പിന്നെ അതുമായി ബന്ധപ്പെട്ട പാട്ടുകൾ പാടി അവസാനം ആർപ്പ് വിളിയോടുകൂടി മരിച്ചുപോയ ചില ആളുകളെ കുറിച്ച് പറഞ്ഞതായി കാണാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മൾ ഈ ദീനിൽ ഉറച്ചു നിൽക്കണം, സത്യപാതയിൽ ഉറച്ചു നിൽക്കണം. അതാണ് ദുനിയാവിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് പറഞ്ഞാൽ മരണസമയത്താണ്. ആ സമയത്ത് ഒരാളെ കിട്ടിയാൽ, ആ സമയത്ത് ഒരാൾ തെറ്റിപ്പോയാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അയാളുടെ കാര്യം അതിഭീകരമായിരിക്കും, പ്രയാസകരമായിരിക്കും. വഫിൽ ആഖിറ, അള്ളാഹു പറഞ്ഞു പരലോകത്ത്. പരലോകത്തെന്നത് ബർസഖിലാണ്, ഖബറിൽ. അള്ളാഹുവിന്റെ മലക്കുകൾ വന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുക, മാ ദീനുക, മൻ നബിയുക തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കും. ആരാണ് നിന്റെ റബ്ബ്? റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയണമെങ്കിൽ ഇഹലോകത്ത് സത്യപാതയിൽ ഉറച്ചു നിൽക്കണം. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, തൗഹീദോടുകൂടി ജീവിച്ച് മരിച്ചവരായിരിക്കണം. ഇത് കാണാപ്പാടം പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ദീനിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇസ്ലാമാണ് എന്റെ ദീനെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ മരിക്കുന്നതിന് മുന്നേ ഇസ്ലാം ദീനിന്റെ പ്രതാപത്തിലും അന്തസ്സിലുമായി, അതിന്റെ അടയാളമുള്ള മുസ്ലിമായി ജീവിച്ചു മരിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എന്റെ പ്രവാചകൻ എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അവിടുത്തെ കൽപ്പനകൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസം, അവിടുന്ന് പഠിപ്പിച്ചതുപോലെ കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മുഖത്ത്, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ സ്വഭാവത്തിൽ, എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ഉണ്ടായിരിക്കണം. എങ്കിൽ അതിനും ഉത്തരം പറയാൻ സാധിക്കും. അള്ളാഹു പറയുകയാണ്, വയുദില്ലുല്ലാഹു ളാലിമീൻ, അതിക്രമകാരികളെ അള്ളാഹു തെറ്റിച്ചു കളയും. അള്ളാഹു ഒരാളോടും അനീതി കാണിക്കുകയില്ല. മറിച്ച് തങ്ങളുടെ കയ്യിലിരിപ്പ് കാരണത്താൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളാണ് നമ്മെ അതിക്രമകാരികളാക്കി തീർക്കുക.
അത്തരം അതിക്രമത്തിൽ നമ്മൾ ഏർപ്പെട്ടു പോയാൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു തെറ്റിച്ചു കളയും ഇഹലോകത്തും പരലോകത്തും. വയഫഅലുല്ലാഹു മാ യശാ, അള്ളാഹു അവരുദ്ദേശിച്ചതുപോലെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥ പാതയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. മരണം വരെ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹുവിനോട് ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ യഥാർത്ഥ സത്യപാതയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും എന്നാണ്. ഒരു സംഭവം പറഞ്ഞുകൊണ്ട് അതിലേക്ക് കടക്കാം. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാ, തബഉ താബിഈങ്ങളിലെ പ്രമുഖനാണ് അദ്ദേഹം. സുഫിയാനു സൗരി, പലപ്പോഴും അദ്ദേഹത്തിന്റെ പേര് നമ്മൾ കേട്ട് കാണും. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുകയാണ്, മക്കയിലേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം ധാരാളമായി കരയുന്നത് കൂടെ ഉണ്ടായിരുന്ന വ്യക്തി കണ്ടു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, യാ അബാ അബ്ദില്ലാ ബുകാഉക ഹാദാ ഖൗഫൻ മിനദ്ദുനൂബ്, താങ്കൾ ഈ കരയുന്നത്, താങ്കളുടെ ഈ കരച്ചിൽ താങ്കളുടെ പാപങ്ങളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ടാണോ? ആരോടാണ് ചോദിക്കുന്നത്? തബഉ താബിഈങ്ങളിലെ പ്രമുഖനാണ് അദ്ദേഹം. അദ്ദേഹത്തോട് കൂടെയുള്ള ആള് ചോദിക്കുകയാണ്, നിങ്ങൾ തെറ്റുകൾ ഭയന്നതുകൊണ്ട് ഒരുപാട് തെറ്റ് സംഭവിച്ചു പോയി എന്നതിനാലാണോ ഈ കരയുന്നത്? അദ്ദേഹം ഒരു ചെറിയ മരക്കഷ്ണം, അതല്ലെങ്കിൽ ഒരു പുൽക്കൊടി കയ്യിലെടുത്തു. എന്നിട്ട് അത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലദുനൂബി അഹ്വനു അലയ്യ മിൻ ഹാദാ, എന്റെ പാപങ്ങൾ എന്നത് ഇതിനേക്കാൾ എനിക്ക് നിസാരമാണ്. എന്റെ പാപങ്ങളെക്കുറിച്ച് എനിക്ക് പേടിയില്ല. വലാകിന്നി അഖാഫു അൻ ഉസ്ലബ തൗഹീദ്, മറിച്ച് എനിക്ക് അങ്ങേയറ്റത്തെ ഭയം, പേടി എന്നത് തൗഹീദ് എന്നിൽ നിന്നും ഊരിയെടുക്കപ്പെടുമോ എന്നതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്നാണ്. തൗഹീദിൽ നിന്ന്, യഥാർത്ഥ ദീനിൽ നിന്ന് ഞാൻ തെറ്റിപ്പോകുമോ? സഹോദരങ്ങളെ, എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? സലഫുകളിൽപ്പെട്ട, മുൻഗാമികളിൽപ്പെട്ട ഒരു മഹാൻ ഒരു യാത്രക്കിടയിൽ ധാരാളമായി കരയുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ പേടി? പോയ സ്ഥലത്ത് കാര്യങ്ങൾ നടക്കോ ഇല്ലയോ എന്നതിലല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അള്ളാഹു നൽകിയ ഈ ദീൻ, തൗഹീദ്, അതെങ്ങാനും ഊരിയെടുക്കപ്പെടുമോ, അതിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്നതാണ് അദ്ദേഹത്തിന്റെ ഭയം. ഈ അസർ, ഈ വാക്ക് വിശദീകരിച്ച പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം, തൗഹീദ് എന്നത്, അള്ളാഹുവിന്റെ ദീൻ എന്നത്, ശരിയായ സത്യപാത എന്നത് ദുനിയാവിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും അമൂല്യമായ നിധിയാണ്. ദുനിയാവിലെ പണക്കാർ, സമ്പന്നർ, കോടീശ്വരന്മാർ അവരുടെ നിധികളെക്കുറിച്ച്, അവരുടെ സമ്പത്തിനെക്കുറിച്ച് എപ്പോഴും ചിന്തയിലും ഭയപ്പാടിലുമായിരിക്കും. അത് തീർന്നു പോകുമോ, നശിച്ചു പോകുമോ, കൊള്ളയടിച്ചു പോകുമോ എന്നതൊക്കെ ആലോചിക്കും. അതിനേക്കാൾ 10 മടങ്ങ് ഭയപ്പെടേണ്ടവരാണ് ദീനിന്റെ ആളുകൾ. കാരണം ദുനിയാവിലെ സമ്പത്തും സ്വത്തും നിധികളും നഷ്ടപ്പെട്ടാൽ പരലോകത്തൊന്നും സംഭവിക്കാനില്ല. എന്നാൽ തൗഹീദ് നഷ്ടപ്പെട്ടാൽ, അതെങ്ങാനും ഊരിയെടുക്കപ്പെട്ടാൽ ഇഹലോകവും പരലോകവും നശിച്ചു പോകും. നമ്മൾ എത്ര കണ്ട് പേടിക്കണം, നമ്മൾ എത്ര കണ്ട് ഭയപ്പെടണം. തൗഹീദ് നമ്മിൽ നിന്നും ഊരിയെടുക്കപ്പെടുമോ, ഈ ദീനിൽ നിന്ന് പുറത്തേക്ക് പോയി പോകുമോ എന്നത് നമ്മൾ പേടിക്കണം. കാരണം അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ധാരാളക്കണക്കിന് അപകടങ്ങൾ പതിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അത് കേൾവിയിലൂടെ ആയാലും ശരി, കാതിലൂടെ ആയാലും ശരി, കണ്ണുകൾ കൊണ്ട് കാണുന്നതായാലും ശരി, എല്ലാ അർത്ഥത്തിലും സഹോദരങ്ങളെ ധാരാളക്കണക്കിന് വഴികേടുകൾ, ഒരുപാട് പുകമറകൾ, അവ്യക്തതകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ എത്ര കണ്ട് ഭയപ്പെടണം. ഈ സംഭവം അതിന് വലിയൊരു സാക്ഷിയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ശരിയായ പാതയിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യമെന്നത്
അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലവരായ മുഅ്മിനീങ്ങളായ ആളുകളുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, അല്ലാഹുവേ, ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയല്ലേ, ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതിന് ശേഷം. സുബ്ഹാനല്ലാഹ്. ആ പ്രാർത്ഥന സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. ഹിദായത്തിലായി കഴിഞ്ഞാൽ ഇനി തെറ്റാൻ സാധ്യതയുണ്ട് എന്നത് ആയത്തിൽ വ്യക്തമാണ്. ഹിദായത്തിലാക്കിയതിന് ശേഷം റബ്ബേ, നീ ഞങ്ങളെ തെറ്റിച്ചു കളയല്ലേ. എന്നിട്ട് ചോദിക്കുകയാണ്, വഹബ് ലനാ മിൻ ലദുൻക, അല്ലാഹുവേ, നിന്റെ അടുക്കൽ നിന്നും നീ ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണേ, റഹ്മതൻ, നിന്റെ കാരുണ്യം. അള്ളാഹുവിന്റെ ഔദാര്യമാണ്, കാരുണ്യമാണ് സഹോദരങ്ങളെ ഹിദായത്ത് എന്നത്. നമ്മുടെ യാതൊരു മേന്മയും ഇതിന് കാരണമല്ല. നമ്മുടെ തറവാട് മഹിമയോ കുടുംബ പാരമ്പര്യമോ നമ്മുടെ നാടോ ഒന്നും ഇതിന് മാനദണ്ഡമല്ല. അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. നോക്കൂ, മുഅ്മിനീങ്ങളായ ആളുകളുടെ പ്രാർത്ഥനയാണിത്. ചില വിവരമില്ലാത്ത ആളുകൾ പറയാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിമീങ്ങളിൽ പിന്നീട് ശിർക്കും കുഫറൊന്നും വരികയില്ല. യഥാർത്ഥത്തിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പറയുന്നതിൽ ചില താല്പര്യങ്ങളുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് തങ്ങളുടെ ശിർക്കും കുഫറും ഉമ്മത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ശിർക്കിനെ കുറിച്ച് ഭയന്നാൽ, കുഫറിലായി പോകുമോ എന്ന് പേടിച്ചാൽ ആളുകൾ അതിനെക്കുറിച്ച് പഠിക്കും. നോക്കൂ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് അള്ളാഹുവിനോട് ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുക. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലുള്ളത്? തവഫനി മുസ്ലിമൻ. സുബ്ഹാനല്ലാഹ്. തവഫനി മുസ്ലിമൻ എന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു പ്രവാചകനാണ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, അല്ലാഹുവേ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണേ. ഇത് രണ്ടുമാണ് അദ്ദേഹം. ഇത് രണ്ടുമാണ്. ആ കാലത്ത് ജീവിച്ചവരിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. മുസ്ലിമാണെന്ന നിലക്കും സാലിഹായ മനുഷ്യനാണെന്ന നിലക്കും. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന? അള്ളാഹുവേ, എന്റെ റബ്ബേ, എന്നെയും എന്റെ മക്കളെയും ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ അകറ്റി നിർത്തണേ. ഖലീലുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ഖലീൽ, കൂട്ടുകാരൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ആർക്കാണ് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക? നമ്മളിൽ ശിർക്കും കുഫറും കടന്നു വരികയില്ല എന്ന നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ ആർക്ക് സാധിക്കും? ഒരു ചോദ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു അവനോട് പ്രാർത്ഥിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഉത്തരം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഒന്നാമതായി ഇതുണ്ടായിരിക്കണം. അള്ളാഹുവെ, മുസ്ലിമായി ജീവിപ്പിക്കണേ, മുസ്ലിമായി മരിപ്പിക്കണേ. ഈ പറഞ്ഞ ഖുർആനിലും സുന്നത്തിലും വന്ന പ്രാർത്ഥനകൾ അത് കാണാതെ പഠിച്ച് പ്രാർത്ഥിക്കണം. അതല്ലെങ്കിൽ മലയാളത്തിലെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. വിട്ടുപോകരുത്. വിഗ്രഹങ്ങളെ, ബിംബങ്ങളെ കൈകൾ കൊണ്ട് തച്ചു തകർത്ത, അതിനുവേണ്ടി പോരാടിയ വ്യക്തിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മക്കളുടെ കാര്യത്തിലും അദ്ദേഹം ഭയപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്കെങ്ങനെ നിർഭയരായി ജീവിക്കാൻ സാധിക്കും? എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് നിർഭയരായി ജീവിക്കാൻ സാധിക്കുക? ഇത് കേവലം ദുനിയാവിലെ
കാര്യങ്ങൾ കാണുന്നത് പോലെ നമ്മൾ കാണരുത്. ഈ പറഞ്ഞ കാര്യം ഹിദായത്തിന്റെ മേന്മ, അതാണ് രക്ഷയുടെ മാർഗമെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ നമ്മൾ ഈ വലിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം ഒന്ന് നിലച്ചാൽ മതി. നമ്മൾ ഈ വലിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം ഒന്ന് നിലച്ചാൽ അടുത്ത സെക്കൻഡിൽ നമുക്ക് മനസ്സിലാകും ഈ പറഞ്ഞതും കേട്ടതും അതിന്റെ മഹത്വം എന്തുമാത്രമാണ് എന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് സലഫുകൾ കരഞ്ഞത്. നമ്മുടെ കണ്ണുകൾ വറ്റി വരണ്ടുപോയത് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ്, നമ്മളതിനെക്കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ടാണ്, നമുക്കതിൽ യാതൊരു ബേജാറും ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഒന്നാമതായി അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക എന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ശരിയായ പാതയിൽ ഉറപ്പിച്ചു നിർത്താൻ, സത്യപാതയിൽ ഉറപ്പിച്ചു നിർത്താൻ, മുസ്ലിമീങ്ങളാക്കാൻ, അതിലായി മരിപ്പിക്കാൻ. അള്ളാഹു മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഈ ആയത്ത് നമ്മളും ചിന്തിച്ചു നോക്കൂ. അള്ളാഹു വിളിക്കുന്നത് ആരെയാണ്? ആരാണ് അതിൽ വിളിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്. മനുഷ്യരെ എന്നുകൂടിയല്ല, ജനങ്ങളെ എന്നല്ല അള്ളാഹു വിളിച്ചത്, മുഅ്മിനീങ്ങളെ, വിശ്വസിച്ച ആളുകളെ എന്നാണ്, വിശ്വാസികളെ എന്നാണ് വിളിക്കുന്നത്. ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. അപ്പോൾ വിശ്വാസിയായാലും ഭയപ്പെടണം തെറ്റിപ്പോകുമോ എന്ന കാര്യത്തിൽ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. എന്താണ് മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിന്റെ പേര് മാത്രമല്ല, ഇസ്ലാമിന്റെ ആദർശം, തൗഹീദ്, ഈ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്ന യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്നാണ്. പേരിൽ ഇസ്ലാമിന്റെ പേരുണ്ടായിക്കൊണ്ട് മരിക്കണമെന്നല്ല പറഞ്ഞത്. കാരണം അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽപ്പെട്ടതാണ് യുബഅസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഓരോരുത്തരും എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു, എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയാണ് മരിക്കുക, എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. നേരത്തെ പറഞ്ഞതുപോലെ ജീവിതകാലത്ത് എങ്ങനെയായിരുന്നോ അങ്ങനെ മാത്രമേ മരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എഴുതി വെച്ചോളൂ, ഞാനും നിങ്ങളും എഴുതി വെക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയല്ലാതെ നമ്മൾ മരിക്കുകയില്ല. ദീനിലായിക്കൊണ്ട്, ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നവരാണെങ്കിൽ എങ്ങനെ നമ്മൾ മരിച്ചാലും ശരി, സ്തുത്യർഹമായ മരണം അള്ളാഹു നമുക്ക് നൽകും. അത് കിടന്നു മരിച്ചാലും ശരി, വീണു മരിച്ചാലും ശരി. അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരിക്കുമ്പോൾ ഈ പറഞ്ഞ ഇസ്ലാമിന്റെ ചിഹ്നം, ഇസ്ലാമിന്റെ ആദർശം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിൽ അത് വേണം. ഇനി എങ്ങനെയാണോ മരിക്കുന്നത്, ഏതിലായിക്കൊണ്ടാണോ മരിക്കുന്നത്, അതിലായിട്ടാണ് പരലോകത്ത് വരിക. മുസ്ലിമായിട്ടാണെങ്കിൽ അങ്ങനെ, കാഫിറായിട്ടാണെങ്കിൽ അങ്ങനെ, ഏതൊരവസ്ഥയിലാണോ അങ്ങനെയാണ് വരിക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ ഈ കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ട കാര്യമാണിത്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക. അള്ളാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ, അത് ധാരാളമായി പാരായണം ചെയ്യാൻ, അതിന്റെ അർത്ഥം അത് മനസ്സിലാക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകളും വിലക്കുകളും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. ഒരുപാട് ആയത്തുകളിലൂടെ നമ്മൾ കടന്നുപോകുന്നു. ഒരു ഖത്മ് തീർത്തിട്ട് ചിലപ്പോൾ ഒരു റമളാൻ കഴിഞ്ഞിട്ടുണ്ടാകും. റമളാൻ കഴിഞ്ഞതിന് ശേഷം സഹോദരങ്ങളെ, നമ്മൾ എത്ര പേർ ഒരു ഖത്ം തീർത്തു? നമ്മൾ എത്ര പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു? ചിന്തിച്ചു നോക്കുക. ഖുർആൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന് വേണ്ടി അവതരിപ്പിച്ചതാണ്.
ആ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുന്ന കാലത്തോളം തെറ്റിപ്പോവുകയില്ല. അത് അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ അതുമായി നമ്മുടെ ജീവിതത്തിന് നല്ല ബന്ധമുണ്ടായിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. തീർച്ചയായും ഈ പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായ പാതയിലേക്ക് വഴി നടത്തുന്നു. ഒരാൾക്ക് നന്നാവണമെങ്കിൽ, ഹിദായത്തിലെത്തണമെങ്കിൽ, അതിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണം. പരിശുദ്ധ ഖുർആൻ അത് നിത്യജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സഹോദരങ്ങളെ, സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഒരു ദിവസം പോലും കഴിഞ്ഞു പോവാൻ പാടില്ല ഖുർആൻ പാരായണം ചെയ്യാതെ. പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, ദിവസവും നമുക്കൊരു ഓഹരി ഉണ്ടായിരിക്കണം ഖുർആനിൽ നിന്ന്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഓഹരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ചുരുങ്ങിയത് ഒരു 3 പേജ് 4 പേജ് ഓതുന്ന, പാരായണം ചെയ്യുന്ന ഒരാൾ ആയി മാറണം നമ്മൾ. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു ആയത്ത് പഠിക്കാൻ, അത് ഹിഫ്ളാക്കാൻ, അതിന്റെ അർത്ഥം പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിന്റെ വിശദീകരണം വായിക്കാൻ നമുക്ക് സമയം കിട്ടണം. ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. പഴയതുപോലെ വലിയ വലിയ വോള്യക്കണക്കിന് കിതാബുകൾ എടുത്തു നടക്കേണ്ടതില്ല. അതെല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ അല്ലാഹു ആക്കി തന്നിട്ടുണ്ട്. ഏത് സമയത്തും ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്ന് അർത്ഥം നോക്കാൻ, അതിന്റെ വിശദീകരണം നോക്കാൻ നമുക്ക് യാതൊരു തടസ്സവും ഇല്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ നിഅമത്താണ്. നാളെ റബ്ബ് നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്ന അനുഗ്രഹമാണത്. വളരെ എളുപ്പമാണ്. പഴയ കാലത്തേതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ ഈ വിഷയത്തിൽ നമുക്കില്ല. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയിട്ടുണ്ട്. അത് പാരായണം ചെയ്യാൻ, അത് പഠിക്കാൻ, അത് ഓർമ്മിക്കാൻ. ആരുണ്ട് അതിന് തയ്യാറായിരിക്കുന്നവർ? ആരുണ്ട് ചിന്തിക്കാൻ? ആരുണ്ട് പഠിക്കാൻ? തഫ്സീറുകളിൽ നമുക്ക് കാണാം, ചില മുൻഗാമികൾ പറഞ്ഞു, ഫഹൽ മിൻ താലിബി ഇൽമിൻ യുആനു അലൈഹി. ആരുണ്ട് ആ വിജ്ഞാനം, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ തയ്യാറായി വരുന്നവർ? ഫയുആനു അലൈഹി, ആ കാര്യത്തിൽ അവർ സഹായിക്കപ്പെടും. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഒരാൾ ഇറങ്ങിത്തിരിച്ചാൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കും. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ എന്നത് സഹോദരങ്ങളെ അള്ളാഹു അറിയിച്ചതുപോലെ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ. ഓ നബിയെ, ഈ പരിശുദ്ധ ഖുർആൻ താങ്കൾക്ക് നാം അവതരിപ്പിച്ചത് മുബാറകുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമായി കൊണ്ടാണ്. ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ കുറിച്ച് അവർ ചിന്തിക്കാൻ. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാ ദിവസവും സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനുമായി നമ്മൾ ബന്ധം പുതുക്കണം. മുബാറക്കായി കൊണ്ടാണ് അള്ളാഹു ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്. അത് അങ്ങനെ തന്നെയാണ്. രാവിലെ നേരം പുലർന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ, അതല്ലെങ്കിൽ എഴുന്നേറ്റ ഉടനെ നമ്മൾ നെറ്റ് ഓൺ ആക്കരുത്. ഇന്നത്തെ കാലത്ത് നമ്മെ നമ്മുടെ സൽക്കർമ്മങ്ങളിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഇന്റർനെറ്റ്. ഇരുതല മൂർച്ചയുള്ള ആയുധം പോലെയാണ്. ഖൈറിനും ഷർറിനും പറ്റും. ഇപ്പൊ നേരം പുലർന്നു കഴിഞ്ഞാൽ നമ്മുടെ ദിക്റുകളും നമ്മുടെ നിസ്കാരവും അതിനുശേഷമുള്ള ദിക്റുകളും അതിനുശേഷമുള്ള രാവിലത്തെ ദിക്റുകളും ചൊല്ലി പരിശുദ്ധ ഖുർആൻ ഓതിയതിന് ശേഷമേ ഈ സാധനം നമ്മൾ ഓണാക്കാൻ പാടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ, എങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ബറക്കത്തുണ്ടാകും. സമയത്തിന് ബറക്കത്ത് ലഭിക്കണമെങ്കിൽ ഖുർആൻ പാരായണം ചെയ്താൽ മതി എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ, റമളാനിൽ എത്ര സമയം നമുക്ക് കിട്ടും?
പള്ളിയിൽ ഒരുപാട് സമയം നമ്മൾ ഇരിക്കും, എഴുന്നേറ്റ് പോവാൻ തോന്നൂല. കുറേ പാരായണം ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് പേജുകൾ ഇങ്ങനെ മറിയുന്നുണ്ടാവും, സമയത്തിന് നല്ല ബറക്കത്തുണ്ടാവും. കാരണം റമളാനിൽ ഒന്ന് ആ മാസത്തിന്റെ പ്രത്യേകതയാണ്. രണ്ടാമത്തത് എല്ലാവരും പരിശുദ്ധ ഖുർആനുമായി നന്നായി ബന്ധം പുലർത്തുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് പൊതുവേ ബറക്കത്ത് നമുക്ക് കാണാം. റമളാൻ കഴിഞ്ഞാലും സഹോദരങ്ങളെ ആ സമയത്തുള്ള ഖുതുബകളിൽ ഒരുപക്ഷെ നമ്മൾ കേട്ട് കാണും, ഈ പറഞ്ഞ രാത്രി നിസ്കാരവും ഖുർആൻ പാരായണവും നിർത്തരുത് എന്ന ഉപദേശം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതങ്ങനെ തന്നെയാണ്. കാരണം ഖുർആൻ നമ്മെ സത്യപാതയിൽ ഉറപ്പിച്ചു നിർത്തും. അതിന്റെ പാരായണം, അതിനെക്കുറിച്ചുള്ള ചിന്ത, അതിലായത്തുകളിൽ അള്ളാഹു എന്നെയാണല്ലോ ഈ വിളിക്കുന്നത്. യാ അയ്യുഹന്നാസ് എന്ന് പൊതുവായി അള്ളാഹു വിളിച്ചു, യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു. എത്ര വിളികളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി സഹാബത്തിൽ ചിലർ പറഞ്ഞതായി കാണാം. അത് നീ കേട്ടാൽ, അത് കണ്ടാൽ നിന്റെ കാത് അങ്ങോട്ടേക്ക് കൂർപ്പിച്ചു വെക്കുക. ഒന്നല്ലെങ്കിൽ അള്ളാഹു നിന്നോട് വല്ലതും കൽപ്പിക്കാനായിരിക്കും ആ വിളിക്കുന്നത്, അതല്ലെങ്കിൽ അള്ളാഹു വല്ലതും നിന്നോട് വിലക്കാൻ വേണ്ടിയായിരിക്കും ആ വിളിക്കുന്നത്. എത്ര യാ അയ്യുഹല്ലദീന ആമനു നമ്മൾ കേട്ടു, എത്ര യാ അയ്യുഹല്ലദീന ആമനു നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്തു പോയി. എന്താണ് അള്ളാഹു ആ വിളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത്? എന്താണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചത്? എന്താണ് അള്ളാഹു എന്നോട് വിലക്കിയത്? നമുക്ക് ഇവിടെ സമയം കിട്ടി. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല കിതാബ് നൽകിയ ആളുകൾ, അത് യഥാരൂപത്തിൽ തിലാവത്ത് നടത്തിയ ആളുകൾ, അവരാണ് ആ ഗ്രന്ഥത്തിൽ, ആ ഖുർആനിൽ വിശ്വസിച്ച ആളുകൾ. യഥാർത്ഥ തിലാവത്ത് എന്ന് പറഞ്ഞാൽ വള്ളിപുള്ളി തെറ്റാതെ പാരായണം ചെയ്യുക എന്നത് മാത്രമല്ല. പാരായണത്തിന് പ്രതിഫലമുണ്ട്, ഒന്നിന് 10 പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹു പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അതാണ് ഹഖ്ക തിലാവത്തിഹി എന്ന് പറഞ്ഞാൽ അതിലെ ആയത്തുകളിൽ വന്ന വിധിവിലക്കുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ, അള്ളാഹുവിന്റെ വിലക്കുകൾ അത് ജീവിതത്തിൽ പകർത്തലാണ് യഥാർത്ഥ പാരായണം. കേവലം വായിച്ചു പോകലല്ല, കേവലം ഓതിപ്പോകലല്ല, മറിച്ച് ഖുർആനിന്റെ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളലാണ്. അങ്ങനെ ചെയ്ത ആളുകളാണ് കിതാബ് ലഭിച്ചവരിൽ ആ കിതാബിൽ വിശ്വാസമുള്ള ആളുകൾ. ഉലൈക യുഅ്മിനൂന ബിഹി, അവരാകുന്നു ആ ഖുർആനിൽ വിശ്വസിച്ച ആളുകൾ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഈമാനുമായി അള്ളാഹു അതിനെ ബന്ധപ്പെടുത്തി. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്തുക എന്നത് ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. എല്ലാ ആളുകളും, നമ്മൾ ഓരോരുത്തരും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുർആൻ ഓതാൻ, പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. സമയം കണ്ടെത്തണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക. അള്ളാഹുവിന്റെ ദീനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. അതേറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ, വർദ്ധിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. സൽക്കർമ്മങ്ങൾ എത്ര കണ്ട് നമ്മൾ ചെയ്യുന്നോ അത്ര കണ്ട് നമ്മൾ അതിന്റെ ആളുകളായി മാറും. മാത്രമല്ല അള്ളാഹു പറഞ്ഞതുപോലെ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, ആരാണോ നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത്, അഥവാ ഈ ദീൻ പാലിക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അങ്ങനെ പരിശ്രമിക്കുന്നത്, ലനഹ്ദിയന്നഹും സുബുലനാ, അത്തരം ആളുകൾക്ക് നമ്മുടെ മാർഗത്തിലേക്ക് നാം മാർഗദർശനം നൽകും. എത്ര കണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകുമെന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, ഒരു നന്മയും നീ നിസാരവൽക്കരിക്കരുത്. എത്രത്തോളം അവിടുന്ന് പറഞ്ഞു,
നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നതുപോലും നീ നിസാരവൽക്കരിക്കരുത്. കാരണം അതിന് സ്വതക്കയുടെ പുണ്യമുണ്ട്. നമ്മുടെ സഹോദരനെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കുക എന്നത് സ്വതക്കയുടെ പ്രതിഫലം കിട്ടുന്ന പുണ്യമാണ്. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തരുത്, അതിനെ നിസാരവൽക്കരിക്കരുത്. കാരണം ഒരു നന്മക്ക് 10 10 കണ്ട് 10 പുഞ്ചിരി നടത്തിയാൽ 100 പുണ്യം കിട്ടി. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതുപോലെ അതിനേക്കാൾ പ്രതിഫലമുള്ള എത്ര നന്മകളുണ്ട്. ഏതൊക്കെ നന്മയുണ്ടോ അതിലെല്ലാം പരിശ്രമിക്കാൻ, നന്മകളിൽ മുന്നേറാൻ നമ്മൾ അഹോരാത്രം കഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തും. ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കാൻ നന്മകളുടെ ആളുകളായി മാറുക എന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ചെറിയ മക്കളെ സ്വതക്കകൾ കൊടുക്കുമ്പോൾ അവരുടെ കൈകളിൽ കൊടുത്തേക്കാൻ ചിലർ പറഞ്ഞത്. അവരെ കൊണ്ട് കൊടുപ്പിക്കണം, എങ്കിൽ അവർക്ക് നന്മകളോട് താല്പര്യമുണ്ടാകും, നന്മകൾ ചെയ്യാൻ അവർ പരിശ്രമിക്കും. അതുപോലെ വീടുകളിൽ നിന്ന് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ ചില പണ്ഡിതന്മാർ പറഞ്ഞത്, സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വീടാണ് ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പിന്നിലെ ഹിക്മത്തായിക്കൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, വീട്ടുകാർക്ക് നന്മകളോട് താല്പര്യമുണ്ടാകും. ഈ നന്മകൾ കാണുമ്പോൾ നന്മകളോട് താല്പര്യമുണ്ടാകുന്ന കാലത്തോളം അവർ നന്മയിലായിരിക്കും. അതുകൊണ്ടാണ് വീടുകൾ മഖ്ബറ പോലെയാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ഉദാഹരണമാണ്, നിസ്കാരം ഉദാഹരണമായി പറഞ്ഞതാണ്. ഇങ്ങനെ ഏത് നന്മകളുണ്ടോ അത് സഹോദരങ്ങളെ നമ്മൾ ചെയ്യാൻ പരിശ്രമിച്ചാൽ, നമ്മൾ ചെയ്യുന്നവരായാൽ നമുക്ക് ഈ ദീനിൽ നിലകൊള്ളാൻ, ഉറച്ചു നിൽക്കാൻ അത് വലിയ സഹായകമാകും. അതുകൊണ്ട് സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പരിശ്രമിക്കുക. മനുഷ്യന് പൊതുവെ നല്ല താല്പര്യമുണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ടാകും, അലംഭാവം തോന്നുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടാകും. നല്ല ഉന്മേഷമുള്ള സമയത്ത് നന്നായി പരിശ്രമിക്കുക. ഫർദും സുന്നത്തും സുന്നത്തിന്റെ മേൽ സുന്നത്തും അങ്ങനെ ധാരാളമായി ചെയ്യാൻ ശ്രമിക്കുക. ഒരു മടുപ്പ് തോന്നുന്ന ചില സന്ദർഭങ്ങളിൽ നിർബന്ധമായത് ഉപേക്ഷിക്കാതിരിക്കുക, നിർബന്ധമായ ഒന്നും ഉപേക്ഷിക്കാതിരിക്കുക. ഇങ്ങനെ ഏത് അവസ്ഥയിലും നന്മകളുമായി മുന്നേറാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിച്ചാൽ അള്ളാഹു പറഞ്ഞതുപോലെ ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിലേക്ക് അഥവാ ദീനിലേക്ക് നാം മാർഗദർശനം നൽകും അത്തരം ആളുകൾക്ക്. എന്നിട്ട് അള്ളാഹു ആ ആയത്ത് സൂറത്തുൽ അൻകബൂത്തിന്റെ 69-ാമത്തെ ആയത്ത് അവസാനിപ്പിച്ചത് വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ എന്നാണ്. തീർച്ചയായും അള്ളാഹു ഇഹ്സാനുള്ളവരുടെ കൂടെയാണ്. ഇഹ്സാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അൽ ഇഹ്സാൻ എന്നാൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക, അതല്ലെങ്കിൽ അള്ളാഹു നമ്മെ കാണുന്നു എന്ന ചിന്തയോടുകൂടി റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അതോടൊപ്പം ഇബാദത്തുകൾ നന്നാക്കുക എന്നതൊക്കെയാണ് അതിന്റെ അർത്ഥം. അത്തരം ആളുകളുടെ കൂടെ, അത്തരം ആളുകളോടൊപ്പം അള്ളാഹു ഉണ്ട്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മീതെ അവന്റെ അർശിന് മീതെയാണ്. അള്ളാഹുവിന്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും അള്ളാഹു അവന്റെ അടിമകളുടെ കൂടെയുണ്ട്. അത് 2 രൂപത്തിലാണ്. ഒന്ന്, പൊതുവായി എല്ലാ സൃഷ്ടികളുടെയും എല്ലാ ആളുകളുടെയും കൂടെ നിരീക്ഷകനായി അറിഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും അള്ളാഹു ഉണ്ടാകും. മുഅ്മിനീങ്ങളുടെ കൂടെ, ഇഹ്സാനുള്ളവരുടെ കൂടെ അള്ളാഹു ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഖാസായ പ്രത്യേകമായി അള്ളാഹു ഉണ്ടാവുന്ന നൽകുന്ന ഒരു മഅയ്യത്താണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും പറഞ്ഞതുപോലെ ഇന്നനി മഅകുമാ, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നിങ്ങളെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സഹായിയായി മുന്നിലുണ്ടാകും, അള്ളാഹുവിന്റെ സഹായം കൂടെ തന്നെ ഉണ്ടാകും. അതാണ് അള്ളാഹു ഇവിടെ ഉദ്ദേശിച്ചത്. ഏതവസ്ഥയിലും റബ്ബിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പോം വഴി നൽകും, എളുപ്പം നൽകും.
അള്ളാഹു അവരെ പിന്തുണക്കും. അള്ളാഹു പറയുന്നു വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? എന്തു പറഞ്ഞിട്ടാണ് അള്ളാഹു ഇത് പറഞ്ഞത്? ആര് നമ്മുടെ മാർഗത്തിൽ പരിശ്രമിച്ചുവോ, സൽക്കർമ്മങ്ങളിലായി മുഴുകിയോ, അവർക്ക് നാം ഹിദായത്ത് നൽകും, എന്നിട്ട് അവരുടെ കൂടെ ഉണ്ടാകും, അവരെ സഹായിക്കാൻ, അവരെ ഉറപ്പിച്ചു നിർത്താൻ. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകിയ വാഗ്ദാനമാണിത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നുകൂടി അത് ആവർത്തിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം ദുആ, പ്രാർത്ഥന. രണ്ടാമത്തെ കാര്യം പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം. മൂന്നാമത്തേത് സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ പരിശ്രമിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ചില കാര്യങ്ങളുണ്ട്, ഇനിയും സുപ്രധാനമായ കാര്യങ്ങളുണ്ട്. അതടുത്ത അവസരത്തിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവന്റെ ദീനിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. എല്ലാവിധ വഴികേടുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹിദായത്തിലായിക്കൊണ്ട്, ഇസ്ലാമിലായിക്കൊണ്ട്, ഈമാനിലായിക്കൊണ്ട് അള്ളാഹു ജീവിച്ചു മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.